ഇനി അടുത്തത് മേഘ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ സർപ്പക്കാവുകൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തിരിവെക്കുന്നതിനായി ഇത് വിളക്ക് കൊളുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയാം. യഥാർത്ഥത്തിലെ സർപ്പ ആരാധന എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സർപ്പക്കാവിലെ വിളക്ക് വെക്കുക എന്നല്ല പറയാം, തിരി കൊളുത്താന്നാണ് പറയുക. അത് ഒരു തിരി ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ അതിങ്ങനെ കത്തിച്ച് വന്നിട്ട് ഈ സർപ്പക്കാവിൽ വന്നിട്ട് അവിടെ വെക്കും. എന്നിട്ട് ആ തിരി കത്തി കഴിയുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുക. ഇതിപ്പോൾ കത്തി ചിലപ്പോൾ കഴിഞ്ഞു എന്നൊന്നും വരില്ല കേട്ടോ. ചിലപ്പോൾ കാറ്റൊക്കെ വീശിട്ട് അത് കെട്ടുപോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിയുന്നത് വരെ കുറച്ച് ചെറിയ തിരിയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും അത് കെടുന്നത് വരെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുക. എന്നിട്ടാണ് തിരിച്ചു പോരുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ സർപ്പക്കാവിൻ്റെ ആ ഒരു രീതി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നിറയെ മരങ്ങളുണ്ടായിരിക്കും, അവിടെ ഇങ്ങനെ ഇലകളും കരിയിലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് വർഷക്കാലത്തല്ല കേട്ടോ, വേനൽക്കാലത്തൊക്കെ അവിടെ തീ പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കാവും എന്താ പറയുക ആകെ കത്തിപ്പോകും. അതേപോലെ തന്നെ അതിനുള്ളിൽ അധിവസിക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തിരി കെടുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഈ തറയൊക്കെ കെട്ടുന്ന സമയത്ത് അവിടേക്ക് ഇപ്പോൾ ഇങ്ങനെ ആ ചുവന്ന കല്ലുകൾ കൊണ്ടോ എങ്ങനെയാണ് തറ എങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കും. അത് വല്ലാണ്ട് സിമെൻ്റ് ഒന്നും വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെ ഉൾവശമാണെങ്കിലും സിമെൻ്റ് ഇട്ടിട്ടുണ്ടായിരിക്കില്ല. അതെന്തുകൊണ്ടാണ്? അതിലൂടെയുള്ള അത് കുറേ പേര് അതിൽ കൂടെ കയറി പോകുന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവർക്കൊക്കെ സുഗമമായിട്ട് അവിടെ അധിവസിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അതിനുള്ളിൽ വളരുന്ന സസ്യങ്ങൾക്ക് സുഗമമായിട്ട് വളരാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്പക്കാവുകൾ ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കണം. അത് സർപ്പങ്ങളെ ആരാധിക്കണം എന്ന് മാത്രം അല്ല ഉദ്ദേശിക്കുന്നത്. ഈ കാവുകൾ നമ്മൾ സംരക്ഷിക്കുകയും കൂടെ ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ തിരി വെക്കണം എന്ന് പഴമക്കാർ നിർബന്ധമായിട്ട് പറയണത്. അപ്പോൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും. അതുകൊണ്ട് എല്ലാ വീടുകളിലും കാവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുക. കാരണം അത്രയധികം മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്നിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അതിൽ ധാരാളം ഔഷധ സസ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടും നമുക്കും നമ്മുടെ പ്രകൃതിക്കും നല്ലതാണ്. പിന്നെ ഈ പ്രകൃതിയുടെ ഇപ്പോൾ ഓക്സിജനൊക്കെ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യും ഈ വൃക്ഷങ്ങളാണെങ്കിലും അതിനുള്ളിലുള്ള സസ്യങ്ങളാണെങ്കിലും. അതേപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിലും ഇപ്പോൾ ഈ മരങ്ങളുടെയൊക്കെ വേരുകൾ താഴത്തേക്ക് നന്നായിട്ട് ആഴ്ന്നിറങ്ങി പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഏത് ജലസ്രോതസ്സുകളാണെങ്കിലും അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള ജലത്തിൻ്റെ ലഭ്യത അത് ഉറപ്പുവരുത്തും. അതിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ മരങ്ങൾ. അപ്പോൾ ഒരുമിച്ച് കുറേ മരങ്ങൾ നിൽക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും അവരിൽ നമുക്ക് തരുന്ന ഉപകാരങ്ങൾ വളരെ വലുതാണ്.